ഇതാരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ് എന്നതിനേക്കാൾ കൂടുതൽ രണ്ടു ഭാഗവും പ്രശ്ന പരിഹാരം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് അമേരിക്ക ഇറാന് നേരെയുള്ള നാവിക ഉപരോധം തുടരുന്നു എന്ന് തീരുമാനിച്ചത്. ഇറാൻ ഹോർമോസ് കടലിടക്ക് തുറന്നു കൊടുത്തതാണ്. പക്ഷേ ഇറാന് നേരെയുള്ള നാവിക ഉപരോധം അല്പകാലത്തേക്കെങ്കിലും നിർത്തിവെക്കാനുള്ള സാമാന്യ ബോധം അമേരിക്ക കാട്ടിയില്ല. അതിൽ പ്രകോപിതരായി ഇറാൻ ഹോർമോസ് പാത കംപ്ലീറ്റ്ലി വീണ്ടും അടയ്ക്കുകയാണ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അന്ന് ഒരു 10-30 കപ്പലുകളാണ് കടന്നുപോയത്. അതിനുശേഷം ഹോർമോസ് കടലിടുക്ക് ഏകപക്ഷീയമായി വീണ്ടും ഇറാൻ അടയ്ക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ കപ്പലുകൾ, കുറേയേറെ ഇന്ത്യൻ കപ്പലുകൾ അതുവഴി കടന്നു പോകാൻ നിന്നിരുന്നതാണ്. ഒരു കപ്പൽ കടന്നു പോയി എന്നാണ് റിപ്പോർട്ട്. മറ്റ് 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. കപ്പലുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും കപ്പലുകളിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾക്ക് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 20 നോട്ടിക്കൽ മൈൽ 25 നോട്ടിക്കൽ മൈൽ അകത്താണ് ഹോർമൂസിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതിനർത്ഥം ഇറാൻ ഉപരോധം തുടരാൻ തന്നെയാണ് തീരുമാനം. അത് സുഹൃത്ത് രാജ്യങ്ങളെന്നോ ശത്രു രാജ്യങ്ങളെന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ തന്നെ ഉപരോധം തുടരുന്നു എന്ന് വേണം കരുതാൻ. യഥാർത്ഥത്തിൽ എല്ലാവരുടെയും നെറ്റിച്ചുളിയുന്നൊരു അവസ്ഥയാണ് ഇന്ത്യൻ കപ്പലുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുവെന്ന്. ഒരുപക്ഷെ തെരഞ്ഞുപിടിക്കുകയായിരുന്നില്ല, ഒരു സൂചന നൽകുകയാണ്. ഞങ്ങൾക്ക് സുഹൃത്തെന്നോ ശത്രുവെന്നോ ഇല്ല, തങ്ങളുടെ ഉപരോധം 100% ആണ് എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നാൽ നോക്കൂ, മുൻപ് ഉപരോധം നിന്നപ്പോഴും ഇന്ത്യൻ കപ്പലുകൾക്കും ചൈനീസ് കപ്പലുകൾക്കും പാകിസ്ഥാനി കപ്പലുകൾക്കും ഇറാഖി കപ്പലുകൾക്കും ഒക്കെ കടന്നു പോകാം എന്ന നിലപാടായിരുന്നു ഇറാൻ എടുത്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ആരെയും അനുവദിക്കുന്നില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അത് ആശങ്കാജനകം തന്നെയാണ്. കാരണം അമേരിക്ക ഉപരോധം നിർത്താതെ അല്ലെങ്കിൽ നാവിക ഉപരോധത്തിൽ നിന്നും പിന്നാക്കം പോകാതെ തങ്ങൾക്ക് 1 ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്ന കാര്യമാണ്. അതിനും ബദലായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന മറുപടി ഇറാന്റെ നാവികസേനയെ തങ്ങൾ തകർത്തു കഴിഞ്ഞിരിക്കുന്നു, വ്യോമസേന അവശേഷിക്കുന്നില്ല, ഇറാന്റെ ലീഡർഷിപ്പ് ചേഞ്ച് തങ്ങൾ ഇതാ കൊണ്ടുവന്നു. അലി ഖൊമേനിയെ വധിച്ച് മുജ്തബ ഖൊമേനി വന്നു. അപ്പൊ അത് റഷ്യൻ ചേഞ്ച് എന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഷ്യം. പക്ഷെ പിന്നെ എന്തിനാണ് ഈ വക ആക്രമണം എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രം ട്രംപ് നൽകുന്നില്ല. ഇപ്പൊ 2 കൂട്ടരും വളരെ മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ്. നാളെ നടക്കേണ്ടിയിരുന്ന തിങ്കളാഴ്ച ദിവസം ഇസ്ലാമാബാദിൽ തുടങ്ങി വെക്കേണ്ടിയിരുന്ന ചർച്ച എങ്ങും എത്താതെ നിൽക്കുകയാണ്. ചർച്ചയ്ക്ക് ഒരു തീയതി അനൗൺസ് ചെയ്തിട്ടില്ല. 2 ഭാഗത്തു നിന്നും ഉള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു സന്നിഗ്ധ ഘട്ടം അവിടെ തുടരുന്നു. അതുകൊണ്ട് ഇന്ത്യ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ഇറാനിയൻ അംബാസഡർ ടു ഇന്ത്യ മുഹമ്മദ് ഹത്താരിയെ വിളിച്ച് കർശനമായ താക്കീത് കൊടുക്കുകയും ആശങ്ക അറിയിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന രീതിയിൽ ഹോർമൂസിന്റെ പാത സുഗമമാക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടാൻ ഇന്ത്യ അംബാസഡറോട് പറഞ്ഞിരിക്കുകയാണ്. അത് ചെയ്യാമെന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള നിഷ്പക്ഷ രാജ്യങ്ങളെ പോലും വെറുപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഉപരോധം കൊണ്ടുപോകാനാവുക? അതുകൊണ്ട് അമേരിക്കൻ ഉപരോധം എന്ന് പറയുമ്പോൾ നാവിക ഉപരോധം ഇറാനെതിരെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പോൾ ഇറാന്റെ ഉപരോധം എല്ലാ രാജ്യങ്ങൾക്കും എതിരെ ഉപരോധം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ കടുപ്പിച്ചു നിർത്താൻ ഇറാനും ഒരുപക്ഷെ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പ്രശ്ന പരിഹാരം അസാധ്യമാകണം എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇളവ്, ഇറാന് നേരെയുള്ള നാവിക ഉപരോധത്തിൽ ചെറിയ ഇളവെങ്കിലും അമേരിക്ക പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി ഇറാൻ വഴങ്ങാനുള്ള സാധ്യതയാണ്, ഉപരോധത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അമേരിക്ക പറയുന്ന ഏറ്റവും പ്രധാന വിഷയം ഹോർമൂസിനേക്കാൾ കൂടുതൽ ശക്തമായി അമേരിക്ക ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇറാന്റെ ആണവ നിരായുധീകരണമാണ്. സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം, അത് എൻറിച്ച്ഡ് യുറേനിയം അമേരിക്കയിലേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഒരുപക്ഷെ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ഓഫറോ അങ്ങനെ പ്രപ്പോസലോ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകപക്ഷീയമായി ട്രംപ് പച്ചക്കള്ളം പറയുന്നു എന്ന മട്ടിലാണ് ഇറാന്റെ പ്രതികരണങ്ങൾ. അതുകൊണ്ട് സുതാര്യത ഉണ്ടാവണം, എടുക്കുന്ന തീരുമാനങ്ങൾ സുതാര്യത ഉണ്ടാകണം. അത് കൃത്യമായി ലോകത്തെ അറിയിക്കാനുള്ള ഒരു ആർജവം കാട്ടണം ഇരുപക്ഷവും. ഇപ്പൊ നിഗൂഢമായ നീക്കങ്ങളിലൂടെ അല്ലെങ്കിൽ കള്ളക്കഥകൾ മെനയുന്നതിലൂടെ, ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ 2 രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല. ഒരുപക്ഷെ പ്രശ്നപരിഹാരം ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഒരു കരയുദ്ധം തന്നെ ഉണ്ടാവട്ടെ, ബാക്കി തങ്ങൾ വഴിക്ക് വെച്ച് കണ്ടുകൊള്ളാം എന്ന രീതിയിലാണ്. അല്ലാതെ മറ്റൊരു രീതിയിൽ യുദ്ധമില്ലാതെ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് പോയാൽ ഇറാൻ അനുകൂലമാകുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് ഉണ്ടാവില്ല എന്ന ഒരു ചിന്ത ഇറാനെ ഭരിക്കുന്നുണ്ടാവും.
അതുകൊണ്ട് ദേ ആർ പ്രിപ്പയർഡ് ഫോർ ദ ഇവൻച്വാലിറ്റി. ഒരു അമേരിക്കൻ ആക്രമണം ഏത് നിമിഷവും ഒരുപക്ഷെ ഇറാനിലേക്ക് വീണ്ടും സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ഇപ്പം സമയം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സമയം ടിക്ക് അവേ ചെയ്യുകയാണ്. അത് 22 എന്ന ദിവസം വെടിനിർത്തൽ കാലാവധി അവസാനിക്കും. ഏപ്രിൽ 22. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യം സ്വാഭാവികമായി ട്രംപിന് അഡ്രസ് ചെയ്യേണ്ടി വരും. ഉടനെ തന്നെ ട്രൂപ്പ് മൂവ്മെന്റ് തുടങ്ങുകയാണോ, കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുമോ, അതോ ഒരു റൗണ്ട് കൂടി ഏറിയൽ ആക്രമണം നടത്തുമോ, അതോ നാടകീയമായി ഒരിക്കൽ കൂടി ഞങ്ങൾ നാവിക ഉപരോധം അവസാനിപ്പിക്കുന്നു, ചർച്ചകൾക്ക് വേണ്ടി വഴി തുറക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ട് കൃത്യമായി നമുക്ക് നിഗമനങ്ങളിൽ എത്താൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ശുഭാപ്തി വിശ്വാസം നിലവിൽ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ എങ്ങനെ ഈ ചർച്ച എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും മറുഭാഗത്ത് ട്രംപിൻ്റെ ഈ നിലപാടുകളിലെ വ്യതിയാനം ഇതൊക്കെ തന്നെ ഇറാനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതും. ഇങ്ങനെ ട്രംപ് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഏകപക്ഷീയമായി ചില നിലപാടുകൾ സ്വീകരിക്കുകയും ട്രംപിന് വേണ്ട രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇറാൻ വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഇറാൻ വഴങ്ങില്ല. ഇത് ഇറാന്റെ വിഷയം മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ചാഞ്ചാട്ടം ഒരു സ്റ്റഡി മെറ്റീരിയലായി തന്നെ കാണുകയാണ്. അപ്പോൾ പറയുന്ന വാക്കിന് വിലയില്ലാതാവുക, പ്രസ്താവനകളെ നമുക്ക് ഒരിക്കലും നേരിട്ട് വിശ്വസിക്കാനാവില്ല. ഹരിച്ചു കുടിച്ച് കിഴിച്ചൊക്കെ കൂട്ടിക്കിഴിച്ച് മാത്രമേ അതിനെ എടുക്കാനാവൂ. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ്, ശക്തമായ രാജ്യത്തിന്റെ ശക്തനെന്ന് തോന്നാവുന്ന രീതിയിലുള്ള പ്രസിഡന്റ് ഇങ്ങനെ മാറ്റി മറിച്ചും പറയുമ്പോൾ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾക്ക് നിലപാടുകൾ എടുക്കുക, നിഗമനങ്ങൾ എത്തിച്ചേരുക? അതുകൊണ്ട് അമേരിക്ക നൽകുന്ന, ലോകത്തിന് നൽകുന്ന ആശങ്ക, ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന അനിശ്ചിതത്വം, അത് പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ ഒരുപക്ഷെ കാര്യങ്ങളെ മാറ്റിമറിച്ചേക്കാം. സൈലന്റായി, വളരെ വളരെ സൈലന്റായി വിവിധ രാജ്യങ്ങൾ, അത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, റഷ്യയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഭാരതവും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ട്രംപിന്റെ ഈ ചാഞ്ചാട്ട മനസ്സിനെ വളരെ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് പുതിയൊരു ലോകക്രമം, ഇങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട്, ഇദ്ദേഹം പറയുന്നത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു നിഗമനങ്ങളിൽ എത്തിച്ചേരുക, ഡീലിൽ എത്തിച്ചേരുക? അതുകൊണ്ട് ഡീൽ എന്നത് മാത്രമാണ് ട്രംപ് എപ്പോഴും പറയുന്നത്. തനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ, അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ, അമേരിക്കയ്ക്ക് മാത്രം പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഡീൽ എന്നത് വെറും സ്വപ്നം മാത്രമാണ്. ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തിനും there should be something to take away for both sides. ഇതില്ലാതെ ഒരു ഡീൽ ഉണ്ടാവില്ല. ഇത് ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക വേദനയോടെ മനസ്സിലാക്കുന്നു. കാരണം വെനിസുലയിൽ ഡീലൊന്നും ഇല്ലാതെ തന്നെ മദുറയെ പൊക്കിക്കൊണ്ടുപോയി. മറ്റ് പലയിടങ്ങളിലും ട്രംപിനെ പേടിച്ചും അമേരിക്കയുടെ ഒരു ശക്തിയെ ഭയന്നും പല രാജ്യങ്ങളും വഴങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ ഇറാൻ അതിന് തയ്യാറല്ല. ഇറാൻ ചെറുത്ത് നിൽക്കാനാണ് തയ്യാറാവുന്നത്, പലരെയും വെറുപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കപ്പലുകളെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്ത്യ ഇറാന്റെ കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയിട്ട് പോലും ഒരു ദാക്ഷിണ്യം കാട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇറാനും മോശമല്ല വെറുപ്പിക്കുന്ന കാര്യത്തിൽ. പക്ഷെ അമേരിക്ക ഏറെ രാജ്യങ്ങളെ ഒരേപോലെ തന്നെ വെറുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കം കുറിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് എഴുതാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.